മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ കേരള ബന്ധം തേടി NIA. റാണയെ സഹായിച്ചവർ ആരൊക്കെ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണ് എത്തിയതെന്ന് റാണ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, 2008 തഹാവൂർ റാണ കേരളത്തിലെത്തിയതെന്നാണ് NIA അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്ന വിവരം. അതായത് 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ തഹാവൂർ റാണ ഇന്ത്യയിലെ തന്നെ മറ്റ് നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്ന് ദേശീയ അന്വേഷണ ഏജൻസി സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇയാളുടെ കേരള ബന്ധവും NIA തേടുന്നത്? ടോം, 2008 നവംബർ 26 മുൻപുള്ള, അതായത് മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപുള്ള അവസാനവട്ട ആസൂത്രണം നടക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് തഹാവൂർ റാണ ഭാര്യയോടൊപ്പമാണ് ഈ നഗരങ്ങളിലൊക്കെ യാത്ര ചെയ്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തീവ്രവാദത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, തീവ്രവാദ സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ നവംബർ 13-നും 21-നും ഇടയിലാണ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ, അതായത് ഹാംപൂർ, ഡൽഹി, അഹമ്മദാബാദ്, ആഗ്ര, മുംബൈ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ, കൊച്ചി ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ ഇയാൾ ഭാര്യ സാമ്രാസുമായിട്ട് എത്തി താമസിച്ചു എന്നാണ് ആ സമയത്ത്, അതായത് നവംബർ 16-ന് കൊച്ചിയിൽ താമസിച്ചിരുന്നതുമായുള്ള രേഖകൾ നേരത്തെ തന്നെ താജ് ഹോട്ടൽ ഉടമകൾ NIAക്ക് കൈമാറിയിരുന്നതാണ്, അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ആ സമയത്ത്, അതായത് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് 13 വിവിധ നമ്പറുകളിലേക്കാണ് തഹാവൂർ റാണ വിളിച്ചിട്ടുള്ളത്. അതേസമയം ആ നമ്പറുകളുടെ ഡീറ്റെയിൽസ് അന്ന് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ പോലും ആ നമ്പറുകൾ ആരുടേതൊക്കെ ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേരള പോലീസും സംസ്ഥാന അന്വേഷണ ഏജൻസിയും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി റാണ കൊച്ചിയിലെത്തുകയും കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ആരുമായൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട് എന്ന് തന്നെയാണ്. അക്കാര്യമൊക്കെ റാണയോട് ഒരു പക്ഷേ NIA ചോദ്യം ചെയ്യുന്നുണ്ടാകുമായിരിക്കാം. കാരണം കോപ്പൻഹേഗനിൽ ഈ റാണയും ഹെഡ്ലിയുമായി ചേർന്ന് ഒരു പത്രസ്ഥാപനം തകർക്കാൻ വേണ്ടി പദ്ധതിയിട്ടത് IFB പൊളിക്കുകയും അതേ തുടർന്ന് IFBയുടെ കസ്റ്റഡിയിലാവുകയും ചെയ്യുന്നതാണ്. അതേസമയം ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് ഉള്ള സാഹചര്യങ്ങൾ, യാത്രയ്ക്കുള്ള സാഹചര്യങ്ങൾ, വിസയ്ക്കുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം ഒരുക്കി കൊടുത്തത് റാണയാണെന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. എന്തായാലും റാണയെ ചോദ്യം ചെയ്ത് വരികയാണ്. 18 ദിവസമാണ് NIA റാണയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. 3 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തത്. പക്ഷേ ഇയാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല. തീർച്ചയായും ഇത് 17 വർഷം മുൻപാണ് നടന്ന സംഭവമാണ്. തഹാവൂർ റാണ കൊച്ചിയിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും എത്തിയത് വർഷങ്ങൾക്ക് മുൻപാണ്, ഏകദേശം 1.5 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ കേരള ബന്ധം, അന്ന് എത്തിയ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഈ സ്ഥലങ്ങളിലൊക്കെ തഹാവൂർ റാണ എത്തിയെന്ന് NIA കണ്ടെത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ NIAക്ക് മൊഴി നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ തഹാവൂർ റാണയെ NIA സംഘം എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? ടോം, ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി അതുപോലെ ലഷ്കർ-ഇ തൊയ്ബ, ഈ 2 സംഘടനകളിലേക്കുമാണ് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റാണ എത്തിയത് എന്നുള്ള ഒരു അസസ്മെന്റ് ആണുള്ളത്. അത് മാത്രമല്ല, ലഷ്കർ-ഇ തൊയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡന്റുമായി ഇയാൾക്ക് ആ സമയത്ത് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിൽ NIA ഇങ്ങനെ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത ഒരു സാഹചര്യത്തെ പറ്റി കണ്ടെത്തിയതും അതിനെ റാണ ഏറ്റെടുത്ത പങ്ക് ചെറുതല്ല എന്നും വ്യക്തമായത് അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ ഇനിയും റാണയെ ഇത്രയും കാലം, ഈ 1.5 പതിറ്റാണ്ടിന് ശേഷം റാണയെ ഇന്ത്യക്ക് കിട്ടുകയാണ്. അത് ഈ രാജ്യം തന്നെ ഞെട്ടിത്തെറിച്ചു പോയിട്ടുള്ളൊരു വലിയ ഭീകരാക്രമണത്തിന്റെ വേരുകൾ തേടിയാണ് അന്വേഷണ സംഘം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 13 നമ്പറുകൾ അതൊരു വലിയ സമസ്യയാണ്. ഈ 13 നമ്പറുകളെ, അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ NIAയുടെ സംസ്ഥാന ഏജൻസിയുടെ റിപ്പോർട്ടുകളൊക്കെ NIAയുടെ പക്കലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല 200ഓളം കോളുകളാണ് ഡേവിഡ് കോൾമാൻ ഹെയ്ലിയുമായി ഈ കൊച്ചിയിലുള്ളപ്പോൾ മാത്രം ഈ
താറൂർ റാണ വിളിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഇനി ആരെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് താറൂർ റാണ കൊച്ചിയിൽ തമ്പടിച്ചത്? ഇത് കൊച്ചിയുടെ ജിയോഗ്രഫിക്കൽ സാധ്യത കൂടി കണക്കിലെടുത്തിട്ടായിരിക്കാം. കാരണം കടൽ മാർഗം പെട്ടെന്ന് എത്താൻ പറ്റുന്ന നഗരങ്ങളിലാണ് അയാൾ തമ്പടിച്ചതെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ കൊച്ചിയിൽ തമ്പടിച്ചതെന്ന് എന്ന അനുമാനത്തിലാണ് NIA ഉള്ളത്. എന്നിരുന്നാലും ഈ താറൂർ റാണയുമായുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതുവരെയും അയാൾ കൃത്യമായ മറുപടി നൽകാനോ അതിനോട് കൃത്യമായി പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ, അതായത് ചോദ്യം ചെയ്യലിനോടൊക്കെ വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ചുള്ള അതല്ലെങ്കിൽ കൊച്ചിയിൽ എത്തിയിരുന്ന സാഹചര്യം വെളിപ്പെടുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ നവംബർ 16 2008 നവംബർ 16 താറൂർ റാണ കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. അത് ഭാര്യയൊപ്പമായിട്ടാണ് ഈ 6 നഗരങ്ങളിലും യാത്ര ചെയ്തതും എന്നും വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇതൊരു പക്ഷേ ഈ പറഞ്ഞ ഫാമിലിയുമായി ഒന്നിച്ചുള്ള ഒരു യാത്ര എന്നൊരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും ഒരു പക്ഷേ അയാൾ അത്തരത്തിൽ യാത്ര ചെയ്തത്. പക്ഷെ ആ സമയത്തും ഇയാൾ ഇത്രയും ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധി ആളുകളുമായി കോൺടാക്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതും ലഷ്കർ-ഇ-തോയ്ബയുടെ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് നിരവധി യുവാക്കൾ ഈ തീവ്രവാദ സംഘടനയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്ന് വലിയ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടെന്ന വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. രാജ്യത്തുണ്ടായിട്ടുള്ള പല കേസുകളും, പല തീവ്രവാദ കേസുകളിലും കേരള ബന്ധമൊക്കെ നേരത്തെ തന്നെ NIA പരിശോധിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു സംഘത്തിന്, അതായത് ഇതിനു മുൻപ് കേരളത്തിലടക്കം വിവിധ സ്ഥലങ്ങളിൽ, കോയമ്പത്തൂർ സ്ഫോടന കേസിലടക്കം പ്രതികളായിട്ടുള്ള മലയാളി പേരുള്ളവരുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ, തഹാവൂർ റാണയ്ക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ NIA പരിശോധിക്കുന്നുണ്ടോ? സ്വാഭാവികമായും ഈ 17 വർഷം മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് ഇനി അത്തരം ബന്ധങ്ങളെക്കുറിച്ച് ഈ തഹാവൂർ റാണയിൽ നിന്ന് വിവരം ലഭ്യമായില്ലെങ്കിൽ മറ്റ് സാധ്യതകൾ എങ്ങനെയാണ് NIA തേടുന്നത്? നിലവിൽ സംസ്ഥാന ഏജൻസി കൂടി അന്വേഷിച്ചിരുന്ന ഒരു കേസാണ്. കാരണം കേരളത്തിൽ നിന്നും ആളുകളെ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നത് സംസ്ഥാന പോലീസിന്റെ കൂടി അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ, അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോഴും NIAയുടെ കൈവശമുണ്ട്. അത് സംസ്ഥാന പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ NIAക്ക് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ 13 നമ്പറുകളുടെ ഡീറ്റെയിൽസും ഒക്കെ NIA കണ്ടെത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട്, അതായത് അത് ആ സമയത്ത് തന്നെ ആരുടെ ഈ പറഞ്ഞതുപോലെ 1.5 പതിറ്റാണ്ട് മുൻപ് ഉണ്ടായ സംഭവമാണ്. 2005 മുതൽ മുംബൈ ഭീകരാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇവരുമായി, അതായത് ഹെഡ്ലിയും റാണയും ചേർന്നുള്ള ടീം നടത്തിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. റിപ്പോർട്ടുകൾ അത്തരത്തിലാണ് പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണങ്ങൾ എവിടേക്ക് നടത്തി, ഇനിയുള്ള ഫർദർ നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് റാണ കൊച്ചിയിലെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൃത്യമായി നടക്കുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും ഈ മറ്റ് രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിൽ പരിശോധിക്കുന്നത്. ഇടുക്കി